ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കർണാടകയിലെ ഒരു ഗ്രാമത്തിലേക്ക് പോവാണ്. അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ ഫെസ്റ്റിവലും അവിടുത്തെ ഫുഡും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഞാൻ ആകെ എടുക്കുന്നത് ഈ ഒരു ബാഗ് മാത്രമാണ്. ഇതിലുള്ളത് ഒരു ടീഷർട്ടും ഒരു വാട്ടർ ബോട്ടിലും ഉണ്ട്. ഇതേ ആവശ്യമുള്ളൂ. അപ്പോൾ ഒരു ദിവസത്തെ യാത്രയല്ലേ, അപ്പോൾ നമുക്കിതൊക്കെ ആവശ്യമുണ്ടാവും. പിന്നെ തണുപ്പാണ്. കർണാടകയിൽ എനിക്ക് അറിയാമായിരിക്കുമല്ലോ, നല്ല തണുപ്പാണ്. അപ്പോൾ ഒരു സ്വെറ്ററും കൂടി നമ്മൾ കരുതുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അല്ല, ഒരു പട്ടി. എൻ്റെ കൂടെയുള്ള ചങ്ങയാണിത്. റെയിൽവേ സ്റ്റേഷൻ എത്തി. ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയതാണ് എല്ലാം പോകുന്നത്. QR കോഡ് ടിക്കറ്റൊക്കെ എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുക, പിന്നെ നമ്മൾ ജനറൽ ടിക്കറ്റ് എടുക്കില്ലേ, അതൊക്കെ ഈ QR കോഡ് വെച്ചിട്ട് എടുക്കാം. അപ്പം നമ്മൾ പോട്ടെ. നമ്മൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോവാട്ടോ. ട്രെയിൻ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. ഒരുപാട് യാത്രക്കാരുണ്ട്. ശനിയാഴ്ച ആയതുകൊണ്ട് കുറേ ആൾക്കാർ, നാട്ടിൽ പോകുന്ന ആൾക്കാരുണ്ട്, പണി കഴിഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് ടീംസ് ഉണ്ട് ഇവിടെ. ഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ തന്നെയാണ് വരും. കാരണം അവരൊക്കെ പല ഗ്രാമത്തിലുള്ള ആൾക്കാർ സിറ്റിയിൽ വന്ന് പണിയെടുത്തിട്ട് തിരിച്ചു പോകുന്നതാണെന്ന് കാണാൻ പറ്റില്ല എല്ലാവർക്കും. നമ്മൾ കുറേ നേരം ഇവിടെ കാത്തിരിക്കും. നമ്മുടെ ട്രെയിന് വരാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും. ഗ്രാമത്തിലേക്ക് ഓടുന്ന ഒരു ട്രെയിനുണ്ട്, അതിന് വേണ്ടിയിട്ട് കാത്തിക്കുന്നു. കുറച്ച് നേരമായി, ഏകദേശം ഒരു മണിക്കൂറായി. അതെല്ലാം വിളിച്ച് പറയാനല്ലോ അവിടുന്ന് വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ട്രെയിന്, നമ്മുടെ പാസഞ്ചർ ട്രെയിൻ കേട്ടോ. അത്ര നേരം വെയിറ്റ് ചെയ്ത് അപ്പോൾ ട്രെയിൻ എത്തിയിട്ടാണ് നമ്മുടെ ഉള്ളിലേക്ക് വരട്ടെ. ഇത്രയും ആൾക്കാർ കാരാനുണ്ട്. അറിയില്ല കിട്ടുമോ, നിൽക്കാൻ പറ്റുമോ അറിയില്ല. നോക്കാം. കാര്യം അധികം തിരക്കില്ല, പക്ഷേ സീറ്റ് കിട്ടിയില്ല. രാത്രിയായിട്ടാ. രാത്രി നമ്മൾ ഏകദേശം എത്താനായി സ്ഥലത്ത്. ഇവിടെ ഇറങ്ങാണ്. നമ്മളത് അടുത്ത സ്റ്റോപ്പാണ്. ഏതോ മെയിൻ സ്റ്റോപ്പാണ്. കുറേ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. ഏകദേശം കാലിയായി. എല്ലാവരും ഇപ്പോൾ ഫോണിലാണ്. കുറേ ആര് നിൽക്കുന്നുണ്ട്. എല്ലാ പേരിലും കത്തിയിട്ടുണ്ടല്ലോ. കാണുന്നുണ്ടോ? ഇല്ലല്ലോ, ഒന്നും കാണുന്നില്ല. വലിയൊരു കുന്നുമലൊക്കെ കാണുന്നത്, പക്ഷേ ഞങ്ങൾ കാണുന്നില്ല. നമ്മൾ ബസ്സിൽ കയറി ഗ്രാമത്തിലേക്ക് പോകുന്ന ബസ്സായി. ഇവിടെ സാധാരണ BMTC ഉണ്ടാൽ ഇതിൽ ഇവിടത്തേക്ക് BMTC ഇല്ല. നമ്മൾ പ്രൈവറ്റ് ബസ് തന്നെ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഗ്രാമത്തിലെത്തിയിട്ടാണ്. ഈ ബസ്സിലാണ് നമ്മൾ വന്നത്. ഇതാണ് പ്രൈവറ്റ് ബസ്. കണ്ടാൽ ഭയങ്കര ലുക്കാണ്, പക്ഷേ ഭയങ്കര കുലുങ്ങി അലമ്പായിക്കുന്നത്. ബേക്കണില്ലേ പൊട്ടിപ്പൊളിഞ്ഞ്. കുറേ ഷോപ്പുണ്ട് ഇവിടെ. ഗ്രാമത്തിലെ ആൾക്കാരാണ്, ഇവിടുത്തെ ആൾക്കാരൊക്കെ ആണല്ലേ. ചെറിയ സൈക്കിളൊക്കെ ഉണ്ടാവും. സൈക്കിൾ മീൻസ് ബൈക്കൊക്കെ ഉണ്ടാവും. നമ്മളെ കൂട്ടം വന്ന നമ്മളിങ്ങനെ പോകണം. ഈ വഴിയിലൂടെ ഇങ്ങനെ പോകും. നമ്മൾ പോകണേ. ഈ ഗ്രാമത്തിലേക്ക് ഇങ്ങനെ പോവാണ്.
is original temple from God Ganesh. There is no temple. ഇവിടെ മുക്കിൽ മൂലൊക്കെ ടെമ്പിൾ ഉണ്ട്. അതാണ് പ്രത്യേകത. മൂന്നാൾക്കാരുണ്ട്. കാട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. ഗ്രാമം എന്ന് പറയുന്നത് ഫുള്ള് ഈ കാടുള്ള ഏരിയ, ഫോറസ്റ്റ് ഏരിയ. ആകെ ഒരു വണ്ടി ഇത്ര നേരത്തെ ഒരു വണ്ണം ഉണ്ട്. ഗ്രാമത്തിലെ ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. നാളെയോ കുറേ ഫെസ്റ്റിവലൊക്കെ ഉണ്ടാവും. 2 ദിവസം അവിടെ ഉണ്ടാവും. അപ്പോൾ റോഡൊക്കെ ഫുള്ള് കുണ്ടും കുഴിയൊക്കെയാണ്. പക്ഷേങ്കിൽ നല്ല തണുപ്പുള്ള സ്ഥലമാണ് ഇവിടെ. നല്ല എന്താ പറയുക, ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ടായിരിക്കും നല്ല തണുപ്പുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ കുറച്ച് ലൈറ്റെല്ലാം കാണുന്നുണ്ട്. അറിയില്ല, നോക്കട്ടെ. ഇവിടെ എന്തോ പരിപാടി ഉണ്ട്. എന്തോ പരിപാടി നടക്കുന്നുണ്ട്. ലൈറ്റൊക്കെ വെച്ച് സംഭവമാക്കിയിട്ടുണ്ട്. നടക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ എത്തിയിട്ട് കാണാൻ എല്ലാ സാധനങ്ങളും. കാണുന്നുണ്ടോ അറിയില്ല. ഫുള്ള് ചപ്പാങ്കുത്തൊക്കെ ഉണ്ട്. ആരെയും കാണുന്നില്ല. കൊട്ടയിൽ നിറച്ച് പൂവൊക്കെ ഉണ്ട്. എന്തിനാ കൊണ്ടുപോകുന്നറിയില്ല. നമ്മളിന്ന് താമസിക്കുന്ന സ്ഥലം ഓക്കെ. രാവിലെ ഞാൻ ശരിക്കും കാണിച്ചു തരാം കാര്യങ്ങളൊക്കെ. ഇവിടെ ഭയങ്കര കിസലല്ലോ. അവിടെ നമുക്ക് ഫുഡൊക്കെ ഇട്ടിട്ടുണ്ട്. ഫുഡെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തൊരു സ്പെഷ്യലാണ്. വേറെ നമുക്കറിയില്ല. നമ്മുടെ കൂടെ നല്ല പപ്പടമുണ്ട്. ഇതെന്നാണ് നമ്മളെ ആട്ടുകല്ലെന്ന് അറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെയുള്ള അതിൻ്റെ ഒരു പഴയ വേർഷനാണ്. ഇത് തുറന്നിട്ടാണെങ്കിൽ എന്ത് ചെയ്യാം, അരിയൊക്കെ അരക്കുക. അതിൻ്റെ ഒപ്പം ഇതൊക്കെ മൂടി വെച്ചിട്ടാണ്. വലിയ അക്ക പോലത്തെ പപ്പടം ആണ്. പപ്പടം കൂട്ടിയിട്ട് അങ്ങ് അടിക്കും നമ്മൾ. വില്ലേജ് ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ്. വേറെ സംഭവമാണ്. ഞങ്ങൾ 2 ആൾക്കാരിവിടെ ഉറങ്ങുന്നുണ്ട്. ഇവരെ കൃഷീൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ ഓരോ സാധനങ്ങളുണ്ട് ഇവിടെ. പിന്നെ അതേപോലെ ഇതിൻ്റെ മുകളിൽ ഒരു ഗോഡൗണ്ട്. ഈ കോണി വെച്ചിട്ടാണ് കാര്യം. ഇവിടെ ഒരു കോണിയുണ്ട്. കോണി വെച്ചിട്ടാണ് കാര്യം. കൊഞ്ചൊരു പശുവാണ് കേട്ടോ. നിങ്ങൾ ചെറിയൊരു കുട്ടി. അവിടെ പശു ഭയങ്കര പ്രത്യേകത. അവിടെ ഓരോരുത്തർ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവിടെ തേങ്ങയൊക്കെ ചിരണ്ടി സെറ്റാക്കുന്നുണ്ട്. അവിടെ നല്ലൊരു ഫെസ്റ്റിവൽ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ തേങ്ങയൊക്കെ ചിരണ്ടാണ്. കുഞ്ഞിനെ കണ്ടില്ല നമ്മൾ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ മൈലാഞ്ചി കിട്ടും. കുഞ്ഞിനെ ഫുള്ള് മൈലാഞ്ചി കിട്ടും. അടുത്ത പിന്നെ തേങ്ങ ചിരവുന്നാണ്ടില്ലേ അവർ. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ടുള്ളൊരു സംഭവമാണിത്. ഇത് അവർ സ്വീറ്റ് ഉണ്ടാക്കുന്ന പറയുന്നത് അവർ. അതിൻ്റെ ഇടയിൽ ഒരു കട്ടൻ ചായ, നല്ല കട്ടൻ ചായ നമ്മൾ പവർ കട്ടൻ ചായ. എന്തൊക്കെയോ ചർച്ച ചെയ്യുന്നു നാളത്തെ പരിപാടിക്ക്. ഇവരാണ് ഇവിടുത്തെ നാട്ടുമൂപ്പൻ. നമ്മുടെ പള്ളിയിലൊരു നാട്ടുമൂപ്പൻ ഉണ്ടാവില്ല, അതേപോലത്തെ ഒരാളെ ഇവർ
ഒരു നാളത്തേക്കുള്ള എന്തോ ഒരു സാധനം സീറ്റ് ഉണ്ടല്ലോ നേരത്തെ പറയുന്ന സാധനം അങ്ങനെ കണ്ടെന്തോ ഒരു സാധനം ഉണ്ടാക്കുക. ഒരാളെ മെയിൻ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഞാൻ നോക്കി നിൽക്കും. ഒരാളുണ്ടാക്കും ബാക്കിയാളിങ്ങനെ സപ്പോർട്ട് ചെയ്യും. ഇവരിങ്ങനെ പറഞ്ഞു കൊടുക്കണം സാധനങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത്. ഇതിപ്പോൾ ഇടുന്നത് നമ്മളെ വെള്ളമില്ലേ, വെള്ളവും പഞ്ചസാരയും അങ്ങനെ എന്തൊക്കെ സാധനങ്ങളാണ് ഇടുന്നത്. ഇവരിങ്ങനെ പറഞ്ഞു കൊടുക്കും ഓരോ സാധനം അങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം. ഇവർ പറയാൻ പോലെയാണ് ഇവിടുത്തെ പെണ്ണുങ്ങന്മാരൊക്കെ ചെയ്യാം. ഇത് ഒരു ഫാമിലിയുള്ള ആൾക്കാർ പക്ഷേ അവരോടൊക്കെ ആയിട്ട് താമസിക്കുന്നു. ഇതൊരു വീടാണ് നേരത്തെ കാണിച്ചാണല്ലേ. ഈ വീട് കഴിഞ്ഞാൽ ഇവരെ ഒരു കുടുംബക്കാരാണ് അപ്പുറത്ത് കിടക്കുന്നത്. അങ്ങനെ തൊട്ട് അടുത്തടുത്ത് അധികം കുടുംബക്കാരനായി വരുന്നുണ്ടാവും. ഇന്നിവിടെ ഒരാളെ ബർത്ത്ഡേ ഉണ്ട്. അപ്പോൾ ഇവരുടെ സിസ്റ്ററാണെന്നാണ് പറഞ്ഞത്. ഇന്ദുജ കണ്ടില്ലേ ആള്? ഇന്ദുജ എന്നല്ലേ. അപ്പോൾ ഈ കേക്ക് നമ്മളിപ്പം കട്ട് ചെയ്യും. അതിൻ്റെ ഇടയിൽ ഇവിടെ എന്തൊക്കെയോ ഇങ്ങനെ ചൂടാക്കുന്നുണ്ട്. ക്ലിയറായിട്ട് കാണുന്നില്ലെങ്കിലും ഫസ്റ്റ് നിങ്ങൾ ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെലിബ്രേഷൻ ആണുള്ളത്. ഇവര് ഇയാളുടെ ഒച്ചപ്പാടും പാളൊക്കെ ഇവരെന്തൊക്കെ കളിക്കുന്നുണ്ട്. ഇവരാണ് നാട്ടുകൊമ്പ. ഇവരിവിടെ കിടന്നുറങ്ങുന്നു. അവരെ വിളിച്ചു വരുത്തിയിട്ട് കേക്ക് കൊടുക്കുന്നു. ഇവിടെയാണ് പരിപാടി നടക്കുന്ന സ്ഥലം. ആൾക്കാരെ കാണുന്നങ്ങളെ ഇവിടെ ഇന്ന് ഫെസ്റ്റിവലാണ്. നമ്മുടെ നാട്ടിൽ നാടകം എന്നൊക്കെ പറയൂലേ, അതേപോലത്തെ എന്തോ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കുറേ കാര്യങ്ങൾ കൂടുന്നുണ്ട്. ഇവിടെ ഫുള്ള് ഇരുന്നിട്ടൊക്കെ പരിപാടിയാണ്. നല്ല ആൾക്കാരെ സംഭവം എനിക്കൊന്നും മനസ്സിലായില്ല, പക്ഷേ എല്ലാവർക്കും അത് ചിരിക്കുന്നൊക്കെ ഉണ്ട്. നമ്മള് പരിപാടിയൊക്കെ നടക്കുന്നതിൽ മിഠായി കച്ചവടം കാണല്ലേ, മിഠായി കച്ചവടം, പിന്നെ ഓരോ പൊരികളും കാര്യങ്ങളൊക്കെ അതൊക്കെയാണ് സംഭവം. ഇവിടെ ചങ്ങായി പൊരിക്കുന്നുണ്ട് സാധനങ്ങൾ. ഇവിടെ ഇങ്ങനെ ലൈസും അങ്ങനത്തെ കുറുക്കുറു സാധനങ്ങളും ഒക്കെ തൂക്കിയെടുക്കണം. കുട്ടികളൊക്കെ വാങ്ങുന്നുണ്ട്. ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലോ, ഇവരിവിടെ ഇങ്ങനെ പൂജിക്കാൻ വെക്കും. ഇത് നാളെ രാവിലെയാണ് ഇവരെടുക്കുക. ഇവരുടെ ആചാരമാണത്. എല്ലാ ആളുകളും വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവരും. ഈ തേങ്ങ കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കില്ല സ്വീറ്റ്, അതിവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് പൂജിക്കാൻ വെക്കും. പൂജിച്ച സാധനം നാളെയാണ് അവിടെ എടുക്കുക. എല്ലാ ആളുകളും അതിന് ക്യൂ നിൽക്കുന്നതാണല്ലേ. വളരെ പണ്ട് കാലത്താണ് ഇങ്ങനെ വയലിനൊക്കെ പോകുന്ന ആളുകൾ ഇങ്ങനെ പായൊക്കെ വെച്ചിട്ട്. അതിപ്പോൾ ഈ നാട്ടിൽ ഇപ്പോൾ ഉണ്ട്. ഈ പായ് വെച്ചിരിക്കലും പിന്നെ പരിപാടി കാണുമ്പോൾ ഒക്കെ എല്ലാവരും വീട്ടിൽ നിന്ന് പായൊക്കെ എടുത്തിട്ട് വരിക. അതിൻ്റെ അവിടെ പിരിച്ചിട്ടാണ് ഇരിക്കുക. കാണുന്നത് നിങ്ങൾ പായ് ശരിയാക്കണം. പോയാലോ കുട്ടികൾ സെയിം തന്നെയാണ്. അവരെ കളി തീക്കണ്ട വിടൂലാറില്ലേ, അതന്നെ ഊതി ഊതി കത്തിക്കാം. ഗ്യാസ് അടുപ്പല്ലേ ഇങ്ങനത്തെ പരിസരത്ത് കാണുന്നത്. നല്ല മരത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ കത്തിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ തന്നെ എത്തി.
ഇനി നമ്മൾ ഉറങ്ങി എണീച്ച് നാളെ വീണ്ടും പല സ്ഥലങ്ങളിലുള്ള ഗ്രാമങ്ങളിലും ഓരോ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. ബാക്കി നമുക്ക് അടുത്ത പിടിക്കാം. ഉറങ്ങുന്ന സ്ഥലമാട്ടത്, ഇവിടെ നമ്മൾ ഉറങ്ങുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ കഴിയാണ്. അടുത്ത നല്ല മനോഹരമായ കാഴ്ചയുമായി നാളത്തെ വീഡിയോയിൽ കാണാം.